സാറ്, നമുക്ക് റേഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് കേന്ദ്രത്തോട് നിരന്തരമായി ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ്. അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഓണക്കാലത്ത് പ്രത്യേകം അരി വിതരണം ചെയ്യാൻ ഒരു കാർഡ് ഉടമയ്ക്ക് 5 കിലോ വീതമെങ്കിലും കൊടുക്കാനായിട്ട് അധിക വിഹിതം ചോദിച്ച് കേരളം കേന്ദ്രത്തെ സമീപിച്ചു. അപ്പോഴും തന്നില്ല. കേന്ദ്രത്തിൻ്റെ മൊത്തം നിലപാട് അങ്ങനെ തരാൻ ഇപ്പോൾ സൗകര്യപ്പെടില്ല. ഇനി അങ്ങനെ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന പോലെ അധിക വില നൽകി വാങ്ങണം എന്നുള്ളതാണ് കേന്ദ്ര നിലപാട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ റേഷൻ ഉപഭോക്താക്കളെക്കുറിച്ചുള്ള കേന്ദ്ര നയം കേരളത്തിൽ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നവരുടെ അളവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രം കണക്കാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് പിങ്ക്, മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ്. മറ്റുള്ള പൊതുവിഭാഗത്തിൽപ്പെടുന്നവർക്ക് മുഴുവൻ റേഷൻ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില വിഹിതത്തിൽ വെട്ടിക്കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൻ്റെ നിരന്തര അവഗണന എന്നുള്ളതാണ് വാദം. എന്താണ് അതിൻ്റെ വസ്തുത? ഇതിൻ്റെ ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ കേരളത്തിൽ 42 ലക്ഷം പേർക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായിട്ട് റേഷൻ കിട്ടുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് പൂർണ്ണമായിട്ട് കൊടുക്കുന്നത്. 53 ലക്ഷം കുടുംബങ്ങൾക്ക് 8 രൂപ 30 പൈസയ്ക്ക് റേഷൻ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് സംഗതിയും കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. ഒരു മണി അരി പോലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളത് ഇന്നലെ ജോർജ് കുര്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജോർജ് കുര്യൻ മാത്രം പറഞ്ഞതല്ല, നമ്മൾ മനസ്സിലാക്കുന്ന രേഖകൾ വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്നത്. കാരണം EMS ഭരിച്ച സമയത്തും EK നായനാർ ഭരിച്ച സമയത്തുമൊക്കെ ഇതേപോലെ ചില ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളിൽ പല സമയത്ത് കഴമ്പുണ്ടായിരുന്നില്ല, അതേ സമയത്ത് ചില സമയങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു താനും. ഇന്നിപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യമായിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 42 ലക്ഷം പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പിണറായി വിജയൻ പറയുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് 5 കിലോ കൂടി കൂടുതൽ ലഭിക്കണം, അല്ലെങ്കിൽ വേറെ ചില ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ മറിച്ച് 1957 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട്. അന്ന് ഏറ്റവും വലിയ കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്താണ്. ആ കടുത്ത ദാരിദ്ര്യം റേഷൻ കടകൾ വഴിക്ക് പോലും അരി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ട് വന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ സർക്കാർ KC ജോർജാണ് കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി. അന്ന് അദ്ദേഹം കൊടുത്തത് മക്രോണിയാണ്. ഈ മക്രോണി ജനങ്ങളെ കഴിക്കാൻ പഠിപ്പിച്ചത് EMSനും മന്ത്രിസഭയാണ്. അവസാനം ജനങ്ങൾ കേരളത്തിലെ ആളുകൾ KC ജോർജിന് പേരിട്ട് മക്രോണി ജോർജ്. അങ്ങനെയാണ് CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യകാലത്തെ പ്രമുഖനായിരിക്കുന്ന നേതാവിൻ്റെ പേര് മക്രോണി ജോർജ് എന്നായിട്ട് മാറിയത്. ഈ പറയുന്ന രീതിയിൽ വന്നതിൻ്റെ പേരില്ല. അന്ന് എങ്ങനെയാണ് സംഭവം ഉണ്ടാവാൻ എന്താ കാരണം? ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കി. ആരൊക്കെ തമ്മിലാ? ആന്ധ്രാപ്രദേശ്, കർണാടകയുടെ അന്നത്തെ പേര് മൈസൂർ എന്നാണ്. തമിഴ്നാടിൻ്റെ അന്നത്തെ പേര് മദ്രാസ് എന്നാണ്. കേരളം. ഈ 4 സംസ്ഥാനങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഒരു ദക്ഷിണ ഭക്ഷ്യമേഖല ഉണ്ടാക്കി. ആ ദക്ഷിണ ഭക്ഷ്യമേഖലയിൽ പറഞ്ഞു, നിങ്ങൾ പരസ്പരം അരി കൊടുക്കണം എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അതിൻ്റെ കേരളത്തിന് അരി തരേണ്ടിയിരുന്നത് ആന്ധ്രാപ്രദേശാണ്. EMSും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ചില ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് അന്ന് നെഹ്റു ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഹ്റു പറഞ്ഞു, ആന്ധ്രക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ അരി നിങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തോ, നിങ്ങളുടെ അരി നിങ്ങൾ ബംഗാളിന് കൊടുക്കണം. ഈ 2 സ്ഥലത്തും കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. അവിടെയും സാധനങ്ങളുടെ വില നിലവാരം കൂടിയിട്ടുണ്ട്. അന്നൊരു കടുത്ത വേനലായിരുന്നു അന്ന് മുഴുവൻ ഭാരതത്തിലുണ്ടായിരുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ ഉൽപാദനം കേരളത്തിന് യഥാർത്ഥമായിട്ട് ആവശ്യമുള്ളതിൻ്റെ 40% താഴെയാണ് കേരളത്തിലുള്ളത്. അത് അന്നത് ഇന്ന് അതിനേക്കാളും കുറവാണ് കേട്ടോ. ഇന്ന് അതിനേക്കാളും വളരെ കുറവാണ്. അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശുകാരെ കുറച്ചുകൂടി കൂടിയ വിലയ്ക്ക് ഈ അരി എടുത്തിട്ട് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുന്നു, അരി എടുത്തിട്ട് ബംഗാളിന് കൊടുക്കുന്നു. കേരളത്തിൻ്റെ കാര്യം കട്ടപ്പോകാം. ഇത് വന്നത് EMSന്റെ ഭരണകാലത്താണ്. EMS ഉടനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിബുദ്ധിമാനായിട്ടുള്ള EMS ആ സമയത്ത് അവിടെ നിന്ന് കുറേ അരി സ്വകാര്യ ഏജൻസിയിൽ നിന്ന് വിത്തൗട്ട് കൊട്ടേഷൻ അദ്ദേഹം ഇറക്കുമതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ പേരാണ് ആന്ധ്ര അരി കുംഭകോണം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പഴയ ജഡ്ജിയായിരുന്ന രാമൻ നായർ കമ്മീഷനെ കേട്ട് വന്നു അതിൻ്റെ പേരിൽ അഴിമതി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് രാമൻ നായർ കമ്മീഷൻ വെളിപ്പെടുത്തിയിരിക്കുന്ന വസ്തുത പ്രകാരം അവിടെ ശ്രീരാമലു
പി നാരായണ റാവു എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്ന് 4 രൂപ 10 പൈസയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന അരി 5 രൂപ 65 പൈസയ്ക്കാണ് 5000 ടൺ അരിയാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്. അതിൻ്റെ പേരിൽ നടന്ന വൻ കുംഭകോണത്തെക്കുറിച്ചാണ്, ആന്ധ്ര അരി കുംഭകോണത്തെക്കുറിച്ചാണ് ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ 1958-59 സമയത്ത് കോൺഗ്രസ് ശക്തമായിട്ട് ഉയർത്തുന്ന അതിൻ്റെ പേരിലാണ്. അതിനുശേഷമാണ് വിമോചന സമരം ഉയർന്നു വരുന്നത്. അതാണ് കടുത്ത ഭക്ഷ്യക്ഷാമത്തിന്റെ പേരിലാണ് വിമോചന സമരം വരുന്നതെന്നുള്ള വസ്തുത നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ EMSന്റെ ഒന്നാമത്തെ ഭരണത്തിന്റെ കാലത്തും ഈ പറയുന്ന ഒരു കടുത്ത ദാരിദ്ര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദാരിദ്ര്യം ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് റേഷൻ കട വഴിക്ക് അരി സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, പൊതുവിപണിയിൽ അരി ലഭിക്കുന്നുണ്ട്. മറിച്ച് EMSന്റെ കാലത്ത് ഈ പറയുന്ന അരിക്ക് പകരം വന്നു കൊടുത്തുകൊണ്ടിരുന്ന മക്രോണിയാണ്. അതും 1 കിലോ മക്രോണി മാത്രമാണ് കിട്ടുക. അത് EMSന്റെ ഒന്നാം ഭരണത്തിലാണെങ്കിൽ രണ്ടാം ഭരണം നടക്കുന്ന 1967 അന്ന് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ കടുത്ത ദാരിദ്ര്യത്തിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ടീ ഗാർഡൻ എക്സ്പ്രസ് അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് സാധനം വരും, ട്രെയിൻ വരും. ആ ട്രെയിനിനകത്ത് സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകൾ കോയമ്പത്തൂർ വരെ പോയിട്ട് അവിടെ നിന്ന് 10 കിലോ അരി വാങ്ങിച്ച് ട്രെയിനിൽ കയറിയിട്ട് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കണ്ട് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് റിസർച്ച് ചെയ്യാൻ നിങ്ങൾ ബീഹാറിലേക്ക് ഉത്തർപ്രദേശിലേക്ക് ഒന്നും പോകണ്ട. 1967 EMS ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ സ്ത്രീകളായിരിക്കുന്ന ആളുകൾ കോയമ്പത്തൂരിലേക്ക് പോയി അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ അരി ഇവിടെ വിൽക്കുന്നൊരു സ്വഭാവം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. ഇന്ന് മാത്രമല്ല, കേരളത്തിലെ റേഷൻ കടകളോട് ചേർന്ന് റേഷൻ കടയുടെ മുതലാളിമാരൊക്കെ പലചരക്ക് കട തുടങ്ങാൻ തീരുമാനിച്ച ആ സമയത്താണ്. എന്താ കാരണം? പലചരക്ക് കടയിൽ കൂടി അരി വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ അരി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന അരിയാണ്. ഈ അരി കേരളത്തിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അരിച്ചാക്ക് 70 കിലോ വരുന്ന അരിച്ചാക്കിനകത്ത് വെള്ളം നിറച്ചിട്ടുള്ള വലിയ മൺകുടങ്ങൾ അവർ ഇറക്കി വെക്കുന്നു. ഒരു ചാക്ക് അരിക്കകത്ത് 10 കിലോ വരേക്കാണ് അവർ വെള്ളം ചേർത്തത്. അങ്ങനെ 80 കിലോ അരി, 70 കിലോ അരി എന്നുള്ളത് 80 കിലോ ആക്കിയിട്ട് ആളുകൾക്ക് മറിച്ചു കൊടുക്കുന്നു, വലിയ വിലയ്ക്ക് വിൽക്കുന്നു. ഈ ഒരു സംഭവം കേരളത്തിലുണ്ടായിരുന്നു. 67 EMSന്റെ മന്ത്രിസഭയുടെ കാലത്താണ്. അങ്ങനെ കടുത്ത ദാരിദ്ര്യം ജനങ്ങൾ അനുഭവിച്ച സമയത്ത് EMS കുറെ കൂടി ബുദ്ധിമാനാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, നിങ്ങൾ ജനങ്ങളെല്ലാവരും നിങ്ങൾ ചോളം കഴിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ ചോളം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ റേഷൻ കടക്കാരും ചോളം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, ആളുകൾക്ക് ചോളം റേഷൻ കടയിൽ കൂടി എങ്ങനെ കൊടുക്കുക എന്നവർ ചോദിച്ചു. ഉടനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത് അത് ആഭ്യന്തര വകുപ്പ് കൊടുക്കും. എങ്ങനെ ആഭ്യന്തര വകുപ്പ് കൊടുക്കാന്നറിയാമോ? കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ വഴിക്കും 1 കിലോ ചോളം ഞായറാഴ്ച ദിവസം ആളുകൾ ക്യൂ നിന്ന് മേടിച്ച സംസ്ഥാനമാണ് കേരളം. 1967 EMS ഭരിച്ച കാലത്ത് അങ്ങനെയുള്ള 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ക്യൂവിന്റെ അവസാനത്ത് നിന്ന് ചോളം വാങ്ങിച്ച കൂടുതൽ ഒരാളാണ് ഞാൻ. ഇത് കേരളത്തിലുണ്ടായിട്ടുള്ള അനുഭവമാണ്. കാരണം 10 വയസ്സ് പ്രായമുള്ള എനിക്ക് പോലും അന്ന് ചോളം കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അത് സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭരണകാലത്താണ് എന്നുള്ളത് മറക്കണ്ട. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് കേന്ദ്രം ഭരിക്കുന്നത്? അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ഭരിച്ചാലും കൊള്ളാം, നരസിംഹറാവു ഭരിച്ചാലും കൊള്ളാം. ആ സമയത്തൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും പറയും, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ. ഇവിടെ കേരളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താ? കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നെല്ലിൻ്റെ കേന്ദ്രമാണ്, ഇത് തെങ്ങിൻ്റെ കേന്ദ്രമാണ്, ഇത് മത്സ്യത്തിൻ്റെ കേന്ദ്രമാണ്. ഈ 3 ഭാഗത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായത് കേരളത്തിൻ്റെ നെല്ലറകൾ മുഴുവൻ അടച്ചുപൂട്ടിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് കുട്ടനാടിലായാലും കൊള്ളാം, പാലക്കാടായാലും കൊള്ളാം, എവിടെയൊക്കെ കമ്മ്യൂണിസമുണ്ടോ അവിടെയൊന്നും നെല്ലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല, അവിടെയൊന്നും കൃഷി ഉണ്ടാവുന്നില്ല, അവിടെയൊന്നും ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഈ ഒരവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പൂർവികന്മാരായിരിക്കുന്ന സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭരണകാലത്തായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പോൾ തെങ്ങ് കിട്ടാനില്ല, തേങ്ങയുടെ വില നമുക്ക് പറയാനില്ല. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയ്ക്ക് മേലെയാണ് വില. നെല്ലിൻ്റെ വില നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റേ അരിക്ക് വലിയ വിലയാണ് അരിക്ക് കൊടുക്കുന്നത്. മത്സ്യത്തിന് വിലയെക്കുറിച്ച് ഞാൻ പറയുന്നേയില്ല. അങ്ങനെ കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ട് വരേണ്ട സാധനങ്ങളുടെ പോലും ഗണ്യമായിട്ടുള്ള തോതിൽ വില വർദ്ധിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിപ്പുകേടിൻ്റെയും കഴിവുകേടിൻ്റെയും ദുർഭരണത്തിൻ്റെയും ഭാഗമാണ്. ഈ ദുർഭരണം വരുന്ന സമയത്താണ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇനി അരി വേണം. എന്തിനാ അരി തരണത്? ഈ അരി വിറ്റ് വേറെ കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണോ?
ഈ അരി സാധാരണ ആളുകൾക്ക് കിട്ടേണ്ട റേഷൻ കട വഴിക്കും അല്ലാതെ കണ്ടും കിട്ടേണ്ട അരി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 100% കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അത് യഥാസമയം കൊടുക്കുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡുകൾക്കും കിട്ടുന്നുണ്ട്. 95 ലക്ഷം വരുന്ന കേരളത്തിലെ കുടുംബങ്ങൾക്ക് മുഴുവൻ റേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള വസ്തുത ഏറ്റവും വളരെ ഒരു ശോഭനകരമായിരിക്കുന്നൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്.